ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നാളെയാണെന്നുണ്ടെങ്കിൽ രചന അടുത്ത് പറയുന്നുണ്ട് ആകാശ്, എടി നിന്റെ മോളെ കാണാനില്ലെന്ന്. ആകാശ് എന്തൊക്കെയാ പറയണത്? അവളെ കാണാനില്ലെന്നോ? അതെ, മഹേഷ് മിഷിത തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുവാണല്ലോ, അടി പിടി വഴക്കൊക്കെ തന്നെ ആ വീട്ടിൽ എപ്പോഴും. അതിന് മനസ്സ് നൊന്ത് നിന്റെ മോള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെന്നാ പറയണത്. ഇത് ആകാശിനോട് ആരാ പറഞ്ഞത്? എടി ഞാനൊരു റോയി എന്ന് പറഞ്ഞ ഒരാളെ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു, മഹേഷിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും മഹേഷ് നടത്തുന്ന നീക്കുപോക്കുകളും അതുപോലെ തന്നെ മഹേഷിന്റെ നിലപാടും അതുപോലെ തന്നെ മഹേഷ് എവിടെയും പോകുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ മുഖേനയാണ് ഞാനിപ്പോ ആ വിവരം അറിയാം. അയാളിപ്പോ എന്നെ പിടിച്ചു പറഞ്ഞിട്ട് ഫോം വെച്ചേ ഉള്ളൂ. അയ്യോ എന്റെ മോൾ എവിടെ പോയി ആകാശ്, എനിക്കറിയില്ല. എന്തായാലും വലിയ എന്തോ വഴക്ക് തന്നെയാണ്, അല്ലെങ്കിൽ മോളിങ്ങനെ ഇറങ്ങിപ്പോയില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. എന്താ ആകാശ്, എത്ര വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞാലും അവൾ ഈ വീട്ടിലേക്ക് വരില്ല. പിന്നെ പിന്നെ അവൾ എങ്ങോട്ടേക്കും പോയിട്ടുണ്ടാവാം, എനിക്കറിയില്ല. ഇനി അവളുടെ കൂട്ടുകാരത്തിന്റെ വീട്ടിലെങ്ങാനും അവൾക്ക് അങ്ങനെ കൂട്ടുകാരത്തികളൊന്നും ഇല്ല. ഉണ്ടല്ലോ ആ ചക്കി എന്ന് പറഞ്ഞ പെണ്ണ്, അവിടെ അടുത്ത് എങ്ങാനും പോയിട്ടുണ്ടാവോ? അയ്യോ എന്റെ മോൾ ഒറ്റയ്ക്ക് എങ്ങനെ അവിടെ പോവാ, എനിക്കറിയില്ല. ആകാശ് നോക്കി, എന്റെ മോളെ അവിടെ നിർത്താൻ പറ്റില്ല ആകാശ്, എങ്ങനെയെങ്കിലും എന്റെ മോൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെയുള്ള സമയത്ത് അവൾക്ക് ഇതുപോലത്തെ എന്തായാലും അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് എന്റെ മോള് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോണത്. അവളുടെ മനസ്സ് എത്രമാത്രം വേദനിച്ച് കാണുമായിരിക്കും. അതെ, ഇതിന്റെ പേരിൽ നമുക്കൊരു കേസ് കൊടുക്കണം. കേസ് കൊടുത്തതിന് ശേഷം കുഞ്ഞിനെ കാണാനില്ല, കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നിട്ട് കേസ് കൊടുക്കണം. തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും. ആകാശിന് എപ്പോഴും കേസ് കൊടുക്കണം, മഹേഷിനെ കൊടുക്കണം എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ അല്ലേ. എന്റെ മോളെ കാണാതായാലും ഒരു വിഷമവും ഇല്ലല്ലേ. എടോ, എനിക്ക് തന്നെക്കാളും വിഷമമുണ്ട്. അതിലെ ഞാൻ ഇത്ര വെപ്രാളപ്പെട്ട് തന്നോട് പറഞ്ഞത്. ഇപ്പൊ ആ റോയി എന്ന് പറഞ്ഞ ഒരാളെ അവിടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുമായിരുന്നോ? ഇല്ലല്ലോ. അതുകൊണ്ട് എന്തായാലും നമുക്കിതൊരു കേസ് തന്നെ ആക്കണം എന്ന് പറയണം. എന്റെ മോളെ എനിക്ക് കാണണം ആകാശ് എനിക്ക് എന്റെ മോളെ കാണാൻ പറ്റും ഭയങ്കര കരച്ചിയുടെ രചന. അതേസമയം നമ്മുടെ കൈലാസ് ആണെങ്കിൽ ജോർജിനോട് പറയുന്നുണ്ട്, സാറേ എന്നെ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാൾക്ക് പറ്റുമെന്ന് പറഞ്ഞല്ലോ, അയാൾ ആരാ സാറേ? അയാളുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ എന്റെ ഭാര്യനെ വിളിച്ച് പറയുകയാണെങ്കിൽ ഭാര്യ എന്താ ചെയ്തോളും എന്ന് പറയാണ്. അങ്ങനെ ജോർജ് പറയുന്നുണ്ട്, അത് വേറെ ആരല്ല, ആകാശിന് അറിയായിരിക്കുമല്ലോ അല്ലേ? ആ അറിയാം, മഹേഷിന്റെ ആദ്യ ഭാര്യ ഓടിപ്പോയ അയാളല്ലേ? ആ അതന്നെ. അയാളെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. കാരണം അയാളും മഹേഷും തമ്മിൽ ഭയങ്കര ശത്രുതയിലാണല്ലോ. അയാൾക്ക് കുറച്ച് പണവും അതുപോലെ തന്നെ പിടിപാടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അയാളൊന്ന് പോയി കാണാൻ വേണ്ടി ഭാര്യ എടുത്ത് പറ എന്ന് പറയാണ്. ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജോർജ് ഫോൺ കൊടുക്കുകയാണ് കൈലാസിന്റെ കയ്യിലേക്ക്, ഫോൺ സംസാരിക്കാനായിട്ട്. അങ്ങനെ കൈലാസ് ആണെന്നുണ്ടെങ്കിൽ മഞ്ജുമേനെ വിളിക്കുന്നുണ്ട്. ഹലോ, ആ കൈലാസ് ഏട്ടാ, ഇത് ഏത് ഫോൺ? കൈലാസിന്റെ ഇപ്പൊ എവിടെയാ? എടി ഞാനിവിടുത്തെ പോലീസുകാരന്റെ ഫോണിൽ നിന്നാ വിളിക്കണത്. ഞാൻ വിളിച്ച കാര്യം നീ ആർത്തും പറയരുത്. എന്താ കൈലാസ് ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടി ഒരു കാര്യമുണ്ട്, എന്നെ ഇവിടുന്ന് സഹായിക്കാനായിട്ട് ഒരാളുണ്ടെന്നാ ഈ പോലീസ് പറഞ്ഞത്. അയാൾ ആരാന്ന് പറ കൈലാസേട്ടാ, ഞാൻ പോയി അയാളെ കാണാം എന്ന് പറയണം. എടി അത് വേറെ ആരല്ല, ആ രചനയുടെ രഹസ്യക്കാരൻ ആകാശ്. അവനോ? അവൻ വിചാരിച്ച എന്തിനു നടക്കും? എടി നടക്കുമെന്ന് ഉറപ്പ് പറഞ്ഞോണ്ടല്ലേ. നീ ഒരു കാര്യം ചെയ്, ആകാശിന്റെ വീട് വരുന്നു പോ. എന്നിട്ട് ഇഷിതക്കും മഹേഷിനെതിരെ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്നെ ഒന്ന് പുറത്തിറക്കണമെന്ന് പറഞ്ഞിട്ട് അയാളെ കയ്യോ കാലോ എന്തിനും പിടിച്ചിട്ട് അതിന് പുറത്തിറക്കടി എന്ന് പറയാണ്. എന്നാലും അവരുടെ മുമ്പിൽ ഞാൻ തല കുനിക്കേണ്ടി വരില്ലേ? ആ രചനനെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞിരിക്കണത്? എടി നിനക്ക് നിന്റെ അഭിമാനമാണോ അത് ഞാൻ ഭർത്താവായ ഞാനാണ് വലുത്? അതെനിക്ക് കൈലാസട്ടൻ തന്നെയാ വലുത്. എങ്കിൽ നീ എത്രയും പെട്ടെന്ന് അവിടേക്ക് പോണം. പോയതിനു ശേഷം അവരുടെ കയ്യോ കാലോ പിടിച്ചിട്ട് മഹേഷിന് വിഷിതൊക്കെ വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും നീ പോരാടാം, അവര് പറഞ്ഞ എന്ത് വേണമെങ്കിലും നീ ചെയ്യാം എന്നൊക്കെ എന്ന ഉറപ്പിൽ എന്നെ ജാമ്യത്തിൽ കസ്റ്റഡി ജാമ്യത്തിന്റെ പേരിൽ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പുറത്തിറക്കണമെന്ന് പറയാണ്. ശരി, ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് മഞ്ജുമ നേരെ പോണത് ആകാശിന്റെ വീട്ടിലേക്കാട്ടോ. അതേസമയം നമ്മുടെ ഇഷിതയും മഹേഷും ആണെന്നുണ്ടെങ്കിൽ ചിപ്പിനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു കുട്ടി വരുവാണ്. ആ കുട്ടിയുടെ കയ്യിൽ ഒരു ബൊക്ക ഉണ്ട് കേട്ടോ. അത് ഇഷിതയുടെ മഹേഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആ കുട്ടിയിട്ട് ഓടി പോവുകയാണ്. ഇഷിത നോക്കുമ്പോഴേക്കും അതിലൊരു ലെറ്റർ ഉണ്ടാവും കേട്ടോ. ആ ലെറ്റർ തുറന്നു നോക്കുമ്പോഴേക്കും അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഡാഡി അമ്മയും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ചിപ്പി മോളെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കേട്ടതും മഹേഷ് ഇഷിത എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പറയണ്ടത്, ദേ മോളെ, ദേ ഡാഡി അമ്മേനെ ചേർത്ത് പിടിച്ചു, മോൾ ഇനിയെങ്കിലും വാ എന്ന് പറയുമ്പോ ചിപ്പി വരുന്നില്ല. അപ്പോഴേക്കും ഇഷിത പറയണ്ട്, മോളെ ദേ അമ്മക്ക് ഒരു പിണക്കൂലിട്ട് ഡാഡി അടുത്ത്, അമ്മക്ക് ഡാഡിയും മോള് തന്നെയാ ഏറ്റവും വലുത്. അമ്മ ഡാഡിത്ത് പിണക്കൊന്നുമില്ല. അമ്മ ഇപ്പൊ തന്നെ മോളുടെ വീട്ടില് നമ്മുടെ 101ലേക്ക് വരാം, മോള് പിണക്കൊന്നുമില്ല മോളെ എന്ന് പറയാണ്. അത് കേൾക്കുന്നത് മഹേഷിനെ സന്തോഷാവാണ്. മഹേഷ് ചോദിക്കുന്നുണ്ട്, എടോ താനിത് മോളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ, അതോ എന്നോട് പിണക്കമൊക്കെ താൻ ഉപേക്ഷിച്ചോ എന്ന് ചോദിക്കുകയാണ്. പിണക്കമൊക്കെ ഉണ്ടായിരുന്നു, എന്തായാലും മകൾക്ക് വേണ്ടി ഞാൻ അതൊക്കെ മറന്നു. മഹേഷിന് വേണ്ടിയിട്ടും ചിപ്പിക്ക് വേണ്ടിയിട്ടും ഞാൻ എല്ലാം മറന്നു. ആ വീട്ടിലേക്ക് വരാൻ സമ്മതമാണെന്ന് പറയാണ്. അത് കേൾക്കുന്നത് മഹേഷിന് സന്തോഷമാണ്. മഹേഷ് ഒന്നും കൂടി ഇഷ്ടനെ ചേർത്ത് പിടിക്കുകയാണ്. മോളെ വാ മോളെ, ദേ അച്ഛനും അമ്മയല്ലേ വിളിക്കണത്, വാ മോളെ എന്ന് വിളിക്കുമ്പോഴേക്കും ചിപ്പി ഓടി അങ്ങോട്ടേക്ക് വരുവാട്ടോ. ആഹാ, അപ്പൊ രണ്ടുപേരുടെ പിണക്കമൊക്കെ മാറിയല്ലോ അല്ലേ? രണ്ടുപേരുടെ
രണ്ടുപേരുടെ പിണക്കം മാറി എങ്കിലേ രണ്ടുപേരും എനിക്കൊരു ഉമ്മ തന്നെ എന്ന് പറയണം. അങ്ങനെ ഇഷിതയെ മഹേഷ് ചിപ്പിക്ക് ഉമ്മ കൊടുക്കാണ്. അതിനുശേഷം ചിപ്പി പറഞ്ഞു, ഇന്ന് രണ്ടുപേരും എന്റെ കൈ പിടിച്ച് ഇനി ഫ്ലാറ്റിലേക്ക് പോകാം എന്ന് പറയുന്നുണ്ട്. ശേഷം ഇഷിത പറഞ്ഞിട്ട്, മോളെ എത്രയൊക്കെ പിണക്കുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓടിയൊന്നും പോകരുത് കേട്ടോ എന്ന് പറയാണ്. ഞാൻ ഓടിപ്പോയത് കൊണ്ടല്ലേ നിങ്ങളുടെ പിണക്കം മാറിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ പിണക്കം ഒരിക്കലും മാറില്ല. അമ്മ അച്ഛനോട് ക്ഷമിക്കുകയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയണം. എന്നാലും മോള് ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. മോളുടെ പെൺകുട്ടിയാണ്, അത് ഓർമ്മ വേണം. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മോൾക്ക് അറിയാവുന്നതല്ലേ. അതൊക്കെ എനിക്കറിയാം, ഞാൻ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി മാറി നിന്നതാ. ഇനി ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യില്ല എന്നൊക്കെ ചിപ്പി പറയുന്നുണ്ട്. ശേഷം ഫ്ലാറ്റിലേക്ക് എത്തണത് ചിപ്പി ഓടി ഫ്ലാറ്റിനുള്ളിലേക്ക് കയറുവാട്ടോ. ചിപ്പിയുടെ സന്തോഷം കാണുമ്പോൾ സ്വപ്നം വലിയ ആഹാ മോള് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയണം. അതെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് ചിപ്പി അകത്ത് കയറി പോവാണ്. അത് കാണുന്ന മഞ്ജുമ പറയണ്ട്, ആ അമ്മേ അവളുടെ സന്തോഷത്തിലെ കാരണം നമുക്ക് മനസ്സിലായില്ലേ. ചിപ്പി ഇത്രയും സന്തോഷിക്കണമെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഇഷിത ഇങ്ങോട്ടേക്ക് വരാൻ പോവാ. മഹേഷിന്റെ ഇഷിതയുടെ പിണക്കം മാറി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മഹേഷും ഇഷിതയും കൂടി അങ്ങോട്ടേക്ക് വരുവാട്ടോ. അത് കാണുന്ന മഞ്ജുമക്ക് ദേഷ്യം വരുവാണ്. മഞ്ജുമ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എനിക്കറിയാം ഇവൾക്കിട്ട് പണി കൊടുക്കാനായിട്ട് എനിക്കറിയാം എന്നൊക്കെ രീതിയിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. അവർ രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോഴേക്കും സ്വപ്നവലി പിന്നെ പിണക്കമൊന്നും വെക്കില്ല കേട്ടോ. സ്വപ്നവലി പറയും നിങ്ങൾ സുഖമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവലി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മറക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജിമയാണെങ്കിൽ നേരെ പോണത് ആകാശിന്റെ വീട്ടിലേക്കാണ്. ബെല്ലടിക്കുമ്പോൾ രചന ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ വന്നെന്ന് ചോദിക്കുമ്പോഴേക്കും, ഞാൻ ആകാശിനെയും രചനയും കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ നിങ്ങളുടെ ശത്രുക്കളായിട്ടല്ല വന്നത്, മിത്രമായിട്ടാ വന്നത്. മിത്രമായിട്ടോ? നീ എങ്ങനെ എന്റെ മിത്രമാണത്? നീ മഹേഷിന്റെ അനിയത്തിയല്ലേ? അതെ, എന്തോ ആയിക്കോട്ടെ, ഞാനിപ്പോ വന്നത് ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ്. ആകാശ് സാറിന് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ് മഞ്ജിമ. ആകാശ് എങ്ങനെ സഹായിക്കാനാ? ആരാ രചന അത്? അതോ വേറെ ആരല്ല, മഹേഷിന്റെ സിസ്റ്ററാ വന്നിരിക്കുന്നത്. ഓ, നീ എന്താ പുറത്തു നിർത്തി സംസാരിക്കണത്? വാ അകത്തേക്ക് വന്ന് പറഞ്ഞ് വിളിക്കാണ്. മഞ്ജിമ എന്നല്ലേ പേര് എന്ന് ആകാശ് ചോദിക്കുമ്പോൾ, അതെ ഞാനൊരു സഹായത്തിന് വേണ്ടി വന്നതാണ്. എന്ത് സഹായം വേണ്ടി ചെയ്തു തരാമല്ലോ മഞ്ജിമ, എന്താ സഹായം വേണ്ടത്? അതെന്റെ ഭർത്താവ് ലോക്കപ്പിലാണ്. ഓ ഞാൻ അറിഞ്ഞിരുന്നു. അല്ല ഞാൻ എന്ത് സഹായം വേണ്ടത്? സാറ് വിചാരിച്ച എങ്ങനെ എന്റെ ഭർത്താവിനെ പുറത്തിറക്കാൻ പറ്റും? ശരി, അങ്ങനെ പുറത്തിറക്കിയാൽ എനിക്ക് എന്ത് ഉപകാരം ഉണ്ടാവാൻ പോണത്? അത് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയാണ്. അത് കേൾക്കുന്നത് ആകാശിന് ലഡ്ഡു പൊട്ടുന്ന പോലെ മനസ്സിൽ വല്ലാത്ത പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. രചനക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ആകാശ് പറഞ്ഞിട്ട്, ശരി ഞാനൊരു കാര്യം ചെയ്യാം, എനിക്ക് എന്റെ ആവശ്യം ഞാൻ പിന്നീട് പറഞ്ഞോളാം. ഒരു കാര്യം അതാണ് മഞ്ജിമ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയേക്ക്, അവിടെ നിന്ന് കൈലാസിനെ ഇറക്കാൻ സാധിക്കും. വളരെ നന്ദിയുണ്ട് സർ എന്ന് പറഞ്ഞിട്ട് മഞ്ജിമ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ മഞ്ജിമ കൈലാസിനെ അവിടെ നിന്ന് ഇറക്കിയതിനെ കാരണം ആകാശിന്റെ കയ്യും കാലും പിടിച്ചെന്നുള്ള സത്യം വിനോദ് മനസ്സിലാക്കാട്ടോ. വിനോദ് മഹേഷിനോട് പറയണ്ട്, ഏട്ടാ നമ്മളെ ചതിച്ചു നമ്മുടെ സിസ്റ്റർ എന്ന് പറയാണ്. എന്തു പറ്റിയടാ? മഞ്ജിമ നമ്മുടെ ശത്രുവായിട്ടുള്ള ആകാശിനോട് പോയിട്ട് കയ്യും കാലും പിടിച്ചിട്ടാ ആ കൈലാസിനെ ഇറക്കിയത്. ഇവളിത് എന്ത് ഭാവിച്ചിട്ടാ എന്ന് മഹേഷ് പറയുമ്പോ, അവൾക്കോ നല്ല അടി കിട്ടാത്തതിന്റെ കുറവാ, ചേട്ടൻ കൊടുത്തില്ലെങ്കിൽ വേണ്ട ഞാനുണ്ടല്ലോ, ഇനി അവളെ മുഖം അടിച്ച് ഞാൻ പൊട്ടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദ് വരുവാണ്. എന്തായാലും വിനോദിന്റെ കയ്യിൽ നിന്ന് മഞ്ജിമക്ക് നല്ല രണ്ട് അടി കിട്ടുന്നുണ്ട്. പക്ഷെ അടി കിട്ടിയിട്ട് ഒരു കാര്യമൊന്നുമില്ല. കാരണം മഞ്ജിമയുടെ ക്യാരക്ടർ അങ്ങനെയാണ്, ഒരു പ്രത്യേക തരം ക്യാരക്ടറാണ്. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും അടിച്ചാലും മഞ്ജിമക്ക് ഒരു പ്രശ്നമില്ല. എന്തായാലും മഞ്ജിമക്ക് ഇതിനുള്ള പണി ആകാശ് തന്നെ കൊടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.